കോഴിക്കോട് ബൈപ്പാസിൽ ഇന്നു മുതൽ ടോൾ പിരിവ് തുടങ്ങും. ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ടോൾ പിരിവിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ദേശീയപാത അധികൃതർ അറിയിച്ചു. അതേസമയം സർവീസ് റോഡിന്റെ പണി ഉൾപ്പെടെ പൂർത്തിയായില്ലെന്ന് ചൂണ്ടിക്കാട്ടി UDF ടോൾ പിരിവ് തടയും. രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിലാണ് ഒളവണ്ണ ഭാഗത്ത് ഇന്നു മുതൽ ടോൾ പിരിവ് തുടങ്ങുന്നത്. ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് 90 രൂപയും ഇരുവശത്തേക്ക് 135 രൂപയുമാണ്. മിനി ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് 145 രൂപയും ഇരുവശങ്ങളിലേക്ക് 215 രൂപയുമാണ്. ബസ്, ട്രക്ക് എന്നിങ്ങനെ വലിയ വാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് 300ഉം ഇരുവശങ്ങളിലേക്കും 455ഉമാണ്. ടോൾ പ്ലാസയുടെ 20 കിലോമീറ്റർ പരിധിയിലുള്ളവർക്ക് 340 രൂപയുടെ പാസ് എടുത്ത് ഒരു മാസം എത്ര തവണ വേണമെങ്കിലും യാത്ര ചെയ്യാം. ഇതുകൂടാതെ ഇരുവശങ്ങളിലേക്കും 24 മണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്യുന്നവർക്ക് 25% ഇളവുണ്ട്. ഒരു മാസം 50 യാത്രകൾ തുടർച്ചയായി ചെയ്താൽ 33% ഇളവുണ്ട്. എന്നാൽ ടോൾ പിരിവ് കോൺഗ്രസ് തടയും. പരിസര പ്രദേശങ്ങളിലുള്ളവരെ ടോളിൽ നിന്നും ഒഴിവാക്കണം, സർവീസ് റോഡിന്റെ പണി പൂർത്തിയാക്കണം എന്നുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. സർവീസ് റോഡ് പ്രവൃത്തി പൂർത്തിയാക്കണം. 1. 2. അഴിയൂർ വേങ്ങളം റീച്ചിന്റെ ദുർഘടാവസ്ഥ മാറ്റി പണി പൂർത്തീകരിക്കണം. പരിസര പ്രദേശത്തുള്ള പെരുമണ്ണ, ഒളവണ്ണ പ്രദേശങ്ങളിലെ ജനങ്ങളെ ടോളിൽ നിന്ന് ഒഴിവാക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിഷേധം ആരംഭിക്കുന്നത്. അതിനിടെ പ്രദേശവാസികളുടെ പാസ് വിതരണം ചെയ്യുന്നതിൽ അവ്യക്തത ഉണ്ടായി. കഴിഞ്ഞ ദിവസം നൽകുമെന്ന് അറിയിച്ചെങ്കിലും ടോൾ പിരിവ് തുടങ്ങിയ ശേഷമേ പാസ് നൽകൂവെന്നാണ് പിന്നീട് പ്രദേശവാസികളോട് അധികൃതർ അറിയിച്ചത്. മീഡിയ 1 കോഴിക്കോട്.